നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ആജീവനാന്ത ചെയർമാനായി ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചു കഴിഞ്ഞു. ഒരുപാട് നേതാക്കൾക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അടക്കം കിട്ടിയവരെല്ലാം അംഗത്വം സ്വീകരിച്ചതും ഇല്ല. ആഫ്രിക്ക, പശ്ചിമേഷ്യ, ഗൾഫ് എന്നിവിടങ്ങളിലെ ചില രാജ്യങ്ങളെ തൽക്കാലം ഒപ്പിട്ടിട്ടുള്ളൂ. യൂറോപ്യൻ നേതാക്കൾ ചടങ്ങിനെത്തിയതേയില്ല. ലോകക്രമത്തിന് തന്നെ ഭീഷണി എന്ന വിലയിരുത്തൽ ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ്. ആദ്യത്തെ 3 വർഷം അംഗത്വം സൗജന്യമാണ്. പിന്നെ സ്ഥിരാംഗത്വത്തിന് $1 ബില്യൺ ഫീസ്. ഇത് ഗാസയുടെ പുനർനിർമ്മാണത്തിന് എന്നാണ് വാഗ്ദാനം. ഗാസയുടെ സമാധാനം എന്നായിരുന്നു ആദ്യത്തെ പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ ചാർട്ടറിൽ ഗാസ എന്നൊരു വാക്കേയില്ല. സംഘർഷ മേഖലകളിലെല്ലാം സമാധാനം എന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. റഷ്യയ്ക്കും ചൈനയ്ക്കും പുടിന്റെ അടുത്ത സുഹൃത്തായ ബെലാറൂസ് പ്രസിഡന്റ് ലുകാഷെങ്കോയ്ക്കും മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾക്കുമെല്ലാം ക്ഷണമുണ്ട്. മാർപ്പാപ്പയ്ക്കുമുണ്ട് ക്ഷണം. പക്ഷേ ദാവോസിലെ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദിയിൽ നടന്ന ഒപ്പിടൽ ചടങ്ങിൽ യൂറോപ്പ് എത്തിയതേയില്ല. ഹംഗറി മാത്രമാണ് കൂട്ടത്തിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും ബോർഡിലുണ്ട്. പക്ഷേ ചടങ്ങിനെത്തിയില്ല. UN സുരക്ഷാ സമിതി നവംബറിൽ ബോർഡ് ഓഫ് പീസിന്റെ രൂപീകരണത്തെ പിന്തുണച്ചിരുന്നു. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ നിയമാനുസൃതമായി. പക്ഷേ അതിനുശേഷം ബോർഡ് ഓഫ് പീസിന്റെ രൂപവും ഭാവവും മാറി. ചാർട്ടറിൽ ഗാസ ഇല്ലെന്നത് മാത്രമല്ല, അന്താരാഷ്ട്ര സംഘടന എന്നാണ് വിശേഷണം. ട്രംപിന്റെ ചെയർമാൻ സ്ഥാനം എക്കാലത്തേക്കുമുള്ളതാണ്. പ്രസിഡന്റ് അല്ലാതായാലും ബോർഡ് ഓഫ് പീസിന്റെ ചെയർമാൻ ട്രംപ് തന്നെ ആയിരിക്കും. സ്ഥാപകാംഗങ്ങളുടെ എക്സിക്യൂട്ടീവ് ബോർഡുമുണ്ട്. മരുമകൻ കുഷ്ണറുടെ വാക്കുകളനുസരിച്ച് ഗാസയിൽ സമാധാനം വരും. ഹമാസിനെ നിരായുധീകരിക്കും. പ്രദേശം അപ്പാടെ മാറ്റിയെടുക്കും. ആകാശം മുട്ടിയുള്ള കെട്ടിടങ്ങളും പുതിയ റോഡുകളും ഒക്കെയുള്ള ഗാസയാണ് ചിത്രങ്ങളിൽ കാണുന്നത്. അന്താരാഷ്ട്ര സംഘടന എന്ന വിശേഷണത്തിലാണ് അപകടം. സംഘടന UN പകരമാകുമെന്നാണ് ട്രംപിന്റെ സ്വപ്നം. അത് പരസ്യമായി പറയാനും മടി കാണിച്ചിട്ടില്ല ട്രംപ്. ഇതിലെ ആശങ്ക ഉറക്കെ പറഞ്ഞത് സ്ലോവേനിയയാണ്. ലോകക്രമത്തിലെ അപകടകരമായ ഇടപെടലെന്ന് പ്രധാനമന്ത്രി റോബർട്ട് ഗോൾബ് പറഞ്ഞു. റഷ്യയുടെ പങ്ക് കാരണം തങ്ങളില്ലെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ആശങ്കകൾ അറിയിച്ച് ഫ്രാൻസും നോർവേയും ക്ഷണം നിരസിച്ചു. ചൈന സമയം ചോദിച്ചിരിക്കുകയാണ്. റഷ്യ എങ്ങനെ ഉൾപ്പെട്ടുവെന്ന് ചോദിച്ച് അമ്പരന്നിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ്. പക്ഷെ റഷ്യയും ചിന്തിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. UN പ്രസക്തി നഷ്ടപ്പെടുന്ന കാഴ്ചപ്പാട് നേരത്തെയുണ്ട്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല UN. ഗാസ, യുക്രൈൻ, ആഫ്രിക്കൻ യുദ്ധങ്ങളിൽ ഫലപ്രദമായി ഇടപെടാനായിട്ടില്ല. 8 യുദ്ധങ്ങൾ നിർത്തിയെന്ന് അവകാശപ്പെടുന്ന ട്രംപ് വെടിനിർത്താനേ സാധിച്ചിട്ടുള്ളൂവെന്ന് UN സെക്രട്ടറി ജനറൽ പറഞ്ഞു. അതും ഗാസയിലെ നിലനിൽക്കുന്നുമുള്ളൂ. ബാക്കിയെല്ലാം തകർന്നു. റുവാണ്ട, കോങ്കോ, കംബോഡിയ, തായ്ലാന്റ്, പിന്നെ ഇന്ത്യ പാക് യുദ്ധത്തിലെ അവകാശവാദം അംഗീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല. യുക്രൈനിൽ ചർച്ചകളെ നടന്നിട്ടുള്ളൂ. ഗാസയിൽ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കി ട്രംപിന് ധാരണയ്ക്ക് സമ്മതിപ്പിക്കാനായി. ചാർട്ടറിൽ ഗാസ ഇല്ലെങ്കിലും ബോർഡ് ഓഫ് പീസിന് 3 തട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ബോർഡ്, ഗാസ എക്സ് ബോർഡ്, പിന്നെ ഗാസ ഭരണത്തിന് നാഷണൽ കമ്മിറ്റി. ഇതിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരും മുൻ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും രഹസ്യാന്വേഷണ മേധാവികളുമുണ്ട്. ഗാസയിലെ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിലും ട്രംപിന്റെ ആജീവനാന്ത നേതൃത്വത്തിൽ ഒരു സംഘടന, അതും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടാൻ അംഗീകാരമുള്ള സംഘടന വരുന്നതിൽ യൂറോപ്പിന് ആശങ്ക ചെറുതല്ല. UN പകരമെന്ന ട്രംപിന്റെ പ്രസ്താവന കൂടിയാകുമ്പോൾ ആശങ്ക കൂടുകയാണ്. ഫ്രാൻസും നോർവേയും ക്ഷണം തള്ളി. കാനഡ അംഗമാകുവാൻ തയ്യാറായതാണ്, എന്നാൽ പണം നൽകില്ലെന്ന് വ്യക്തമാക്കി. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ആ ക്ഷണം തിരിച്ചെടുത്തു. ലോകക്രമം അട്ടിമറിക്കപ്പെടുകയാണെന്ന കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രസ്താവനയാകാം ഒരുപക്ഷെ ഇതിന് കാരണം. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.